അല്പസമയത്തിനകം മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറാൻ വേണ്ടി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക് ഭവനിലേക്ക് എത്തും എന്നുള്ള വാർത്തകൾ വരികയാണ്. നൗഫൽ ചേരുന്നു ലോക് ഭവനിൽ നിന്ന്. നൗഫൽ, എപ്പോഴാണ് വി.ഡി. സതീശൻ അവിടേക്ക് എത്തുക? വിശദാംശങ്ങൾ. മന്ത്രിമാരുടെ ലിസ്റ്റ് ഗവർണർക്ക് കൈമാറാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക് ഭവനിലേക്ക് എത്തും എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം ലോക് ഭവനിലേക്ക് എത്തി മന്ത്രിമാരുടെ ലിസ്റ്റുകൾ കൈമാറും. വകുപ്പുകളെ സംബന്ധിച്ച് പിന്നീട് തീരുമാനമെടുക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ആരൊക്കെ മന്ത്രിസഭയിൽ കോൺഗ്രസിൽ നിന്നുണ്ടാകും എന്നുള്ള വലിയ ആകാംക്ഷ നൗഫൽ, വി.ഡി. സതീശൻ അല്പസമയത്തിനകം അവിടേക്ക് എത്തും എന്നാണ് അറിഞ്ഞത്. അദ്ദേഹം എത്തിയോ? വിശദാംശങ്ങൾ. ഷമ്മി, വി.ഡി. സതീശൻ നിയുക്ത മുഖ്യമന്ത്രി മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് കൈമാറുന്നതിന് വേണ്ടി, ആ പട്ടിക കൈമാറുന്നതിന് വേണ്ടി ലോക് ഭവനിലേക്ക് അല്പനേരം മുമ്പ് കടന്നു പോയി കഴിഞ്ഞു. മെനിങ്ങാന്ന്, അതായത് UDFന്റെ ചർച്ച തുടങ്ങിയത് മുതൽ മെനിങ്ങാന്ന് അവസാനിക്കുമെന്ന് പറഞ്ഞു. അത് ഇന്നലെയും തുടർന്നു. എന്നാൽ ഈ നേരം വരെയും അതിന് ഒരു അന്തിമമായ പട്ടിക ഏറെ നേരം മുമ്പ് വരെയും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവസാന പട്ടികയുമായി നാളെ 21-അംഗ UDFന്റെ പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ആ പട്ടികയുമായാണ് ഇപ്പോൾ വി.ഡി. സതീശൻ ലോക് ഭവനിലേക്ക് എത്തിയിരിക്കുന്നത്. നിലവിലേതായാലും കോൺഗ്രസിന്റെ 8 മന്ത്രിമാർ, അഥവാ വി.ഡി. സതീശൻ, സണ്ണി ജോസഫ്, കെ മുരളീധരൻ, എം ലിജു, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ളവരുടെ 8 പേരുടെ പേരുകൾ എന്തായാലും നമുക്ക് ഉറപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള 4 മന്ത്രിസ്ഥാനങ്ങൾ അത് ആരിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴും നാം നോക്കുന്നത്. എങ്കിലും അതിൽ തന്നെ വയനാട്ടിൽ നിന്നുള്ള T. സിദ്ദീഖ് അല്പം മുമ്പ് KPCCയിൽ നിന്ന് പുറത്തു വരുമ്പോൾ അദ്ദേഹം പങ്കുവെച്ച ഒരു പ്രതീക്ഷ തന്നെയാണ്. അപ്പോൾ T. സിദ്ദീഖും ഏതാണ്ട് ഉറപ്പാക്കുകയാണ്. പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ വയനാട്ടിൽ നിന്ന് തന്നെ രണ്ടാമതൊരു മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ അത് IC ബാലകൃഷ്ണനും കോങ്ങാട് MLA ആയിട്ടുള്ള K. തുളസിയും അത് ചിലപ്പോൾ ടേം വ്യവസ്ഥയിൽ പങ്കുവയ്ക്കും എന്നൊരു ഇതുകൂടി പറയുന്നുണ്ട്. മറ്റേത് ഘടകകക്ഷികളുടെ കാര്യത്തിൽ ലീഗ് 5 മന്ത്രിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതവർക്ക് ഉറപ്പായും 5 മന്ത്രിസ്ഥാനം ലഭിക്കും. അതിൽ തന്നെ മലപ്പുറം ജില്ലയിൽ നിന്ന് 3 മന്ത്രിമാരുൾപ്പെടെ ലീഗിന്റെ ഏതാണ്ട് കാര്യവും പൂർത്തിയായി കഴിഞ്ഞു. മറ്റൊരു കാര്യം മാണി സി കാപ്പന്റെ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പേര് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും കടുത്ത അതൃപ്തിയിൽ തന്നെയാണ്. അതിൽ അദ്ദേഹം തൃപ്തനല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചാണ്ടി ഉമ്മന്റെ പേര് മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്. ഇന്നലെ വരെയും ചാണ്ടി ഉമ്മന്റെ പേര് മന്ത്രിസഭയിൽ ഉറപ്പായും പരിഗണിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഉയർന്നു കേട്ടിരുന്ന ഒരു പേരാണ്. പക്ഷേ ചാണ്ടി ഉമ്മനെ ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് അല്ലെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് പേരില്ല. പകരം റോജി എം ജോൺ ആ സ്ഥാനത്തേക്ക് വരുന്നു എന്നൊരു ഇത്. മറ്റൊന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള OJ ജനീഷിന്റെ പേര് കൂടി മന്ത്രിസഭയിലേക്ക് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് കോവളത്തെ MLA ആയിട്ടുള്ള M. വിൻസെന്റിന്റെ പേരും ആദ്യമേയോ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് K. മുരളീധരനൊപ്പം M. വിൻസെന്റിന്റെ പേരും ഉയർന്നു കേട്ടിരുന്നു. പക്ഷേ വിൻസെന്റ് നിലവിൽ എന്തായാലും മന്ത്രിസഭയിലില്ല. അതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ലത്തീൻ സഭ വലിയ വിമർശനവുമായി തന്നെ സഭയുടെ പ്രാതിനിധ്യമായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചാണ്ടി ഉമ്മന് വേണ്ടിയിൽ തന്നെ ഓർത്തഡോക്സ് സഭ പരോക്ഷമായി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കടന്നുകൊണ്ട് തന്നെയാണ് ഏതായാലും അല്പസമയം മുമ്പാണ് നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലോക് ഭവനിലേക്ക് നാളത്തെ സത്യപ്രതിജ്ഞ 21-അംഗ UDF മന്ത്രിസഭ ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നെയാണ്. ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ തൊഴിൽ വകുപ്പ്, കഴിഞ്ഞ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഷിബു ബേബി ജോൺ ഉൾപ്പെടെ ആ അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിന് ജലസേചന വകുപ്പാണോ എന്ന ഒരു വകുപ്പ് ഇപ്പോൾ പറയുന്നുണ്ട്. നാളെ എന്തായാലും UDFന്റെ 21-അംഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. ആ ഒരു പട്ടികയുമായാണ് ഇപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണറെ കണ്ടിട്ടുള്ളത്. ആ അന്തിമ പട്ടിക അദ്ദേഹം പുറത്തു വരുന്നതോടുകൂടി നമുക്ക് വ്യക്തമാകുന്നതാണ്. ഷമ്മി.